ഇത് എരിശ്ശേരിയും കൂട്ടുകറിയും ഒന്നും അല്ല കേട്ടോ. നല്ല പ്രോട്ടീനും ഫൈബർ റിച്ചും ആയിട്ടുള്ള മത്തനും കടലയും വെച്ചിട്ട് ഒരു പ്രത്യേക കൂട്ടിൽ തയ്യാറാക്കിയ കറിയാണ്. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. എല്ലാവർക്കും വെജ് കേരളയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും പിന്നെ ഒരു ഹൈപ്പും തരാൻ മറക്കല്ലേ. ഈ കറി ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു 4-5 പേർക്ക് സുഖമായിട്ട് കഴിക്കാനുള്ള അളവിലാണ്. അതിനുവേണ്ടി 400 ഗ്രാം മത്തങ്ങയും 3/4 കപ്പ് കടലയുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കടലയുടെ അളവ് കുതിർത്ത് വെക്കുന്നതിന് മുൻപേ ഉള്ള അളവാണ്. കുതിർത്ത കടല ഒരു പ്രഷർ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പും കടലയുടെ ലെവലിനനുസരിച്ചുള്ള വെള്ളവും ചേർത്ത് ഒരു 3-4 വിസിലിന് ഞാനിത് കുക്ക് ചെയ്യാൻ പോവുകയാണ്. ഒരു 4 വിസിലിൽ നമ്മുടെ കടല കറക്റ്റായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഞാനിത് സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇതിൻ്റെ വെള്ളം പോലും ഞാൻ കളയുന്നില്ല കേട്ടോ. കണ്ടോ, കടലയുടെ ഫോം റീറ്റെയിൻ ആയിട്ടുണ്ട്. പക്ഷെ നമ്മളൊന്ന് അമർത്തിയാൽ അത് ഉടയുന്നുമുണ്ട്. ഇനി നമ്മുടെ മത്തൻ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഒരു പ്രഷർ കുക്കർ തന്നെ ഞാൻ യൂസ് ചെയ്യുന്നു. അത് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ, ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കൊത്തിയരിഞ്ഞ ഇഞ്ചി 1.5 ടീസ്പൂൺ, ജീരകം 1 ടീസ്പൂൺ, 2 പച്ചമുളക് കട്ട് ചെയ്തത്, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയുടെ പച്ചമണം മാറുന്നത് വരെ, ഇഞ്ചി ഒന്ന് കുക്കായി കിട്ടുന്നത് വരെ. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 400 ഗ്രാം മത്തൻ. തോലോട് കൂടിയാണ് ഞാൻ കട്ട് ചെയ്തുള്ളത്, ഒരു മോഡറേറ്റ് വലുപ്പത്തിൽ. തോല് കളയാതെ ഇട്ടിരുന്നാൽ മത്തൻ ഉടഞ്ഞ് കലങ്ങി പോവാതിരിക്കാൻ അത് സഹായിക്കും. ഇതിലേക്ക് ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. വേണമെങ്കിൽ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ചുവന്ന മുളക് പൊടിയും കൂടെ ഞാൻ ചേർക്കുകയാണ്. പൊടികളും ഉപ്പും കഷ്ണങ്ങളിലൊക്കെ നന്നായിട്ട് പെരണ്ട് വരുന്നത് പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കഷ്ണങ്ങളുടെ ലെവലിനനുസരിച്ച് മാത്രം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് 2-3 വിസിലിന് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. മത്തൻ ഉടഞ്ഞ് കലങ്ങി പോവാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങ അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ ആദ്യം നമുക്ക് മല്ലി ചേർക്കാം. 1 മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ. മുഴുവൻ കുരുമുളക് 1 മുതൽ 1.5 ടീസ്പൂൺ. പച്ചരി ചേർക്കുന്നുണ്ട് 1.5 ടീസ്പൂൺ. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മല്ലിയും പച്ചരിയും ഒക്കെ ഒരു ചെറിയ ബ്രൗൺ നിറായി വരുന്നത് വരെ. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 1 കപ്പ് ചിരകിയെടുത്ത തേങ്ങ, പിന്നെ 1 തണ്ട് കറിവേപ്പില, ഇത്രയും ചേർത്ത് നന്നായിട്ട് വഴറ്റാൻ തുടങ്ങാം. ഇനി ഇത് നമുക്ക് ബ്രൗൺ ആക്കി എടുക്കൊന്നും വേണ്ട, തേങ്ങയുടെ പച്ചപ്പൊന്നും മാറി കിട്ടിയാൽ മാത്രം മതി. അതുവരെ നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതായിപ്പോൾ തേങ്ങയൊക്കെ പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്ത് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. കൂൾ ഡൗൺ ആയതിനു ശേഷം ഇതൊരു മിക്സർ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം, ഒരു ചെറിയ ജാറിലേക്ക്. ഇതിലുള്ള മല്ലിയും കുരുമുളകും തേങ്ങയൊക്കെ ഒരേപോലെ അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം ഇത് മിക്സിയിലിട്ട് ഒരു 2-3 പൾസ് കൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇതേപോലെ. അതിനുശേഷം 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇതേപോലെ മഷി പോലെ അരച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ മത്തൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ 2 വിസിലേ കൊടുത്തുള്ളൂ കേട്ടോ. അപ്പോഴേക്കും ഈ ഒരു പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇത് ഉടച്ച് കളയരുതേ. ഇതിലേക്ക് ഇനി നമുക്ക് വേവിച്ച് വെച്ച കടല ചേർത്ത് കൊടുക്കാം. നമ്മൾ അരച്ചു വെച്ച മസാലയും ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കാം. കടലവെള്ളം ഉപയോഗിച്ച് കറിയുടെ കൺസിസ്റ്റൻസിയും അഡ്ജസ്റ്റ് ചെയ്യാം. ഒരൽപ്പം കടലവെള്ളം മിക്സിയിലേക്ക് ചേർത്ത് അതിനകത്തുള്ള മസാല കളയാതെ ഒന്ന് കഴുകിയെടുത്ത് കുക്കറിലേക്ക് ഒഴിക്കുന്നുണ്ട്. ജെന്റ്ലി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തപ്പോൾ ഇതിൽ കുറച്ചും കൂടി ഉപ്പിൻ്റെ ആവശ്യം എനിക്ക് തോന്നുന്നുണ്ട്. അല്പം ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് അടുപ്പത്തേക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. കറി ഇതുപോലെ നന്നായിട്ട് തിളയ്ക്കുമ്പോൾ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പത്തൊന്ന് മാറ്റി വയ്ക്കാം. തേങ്ങ പിരിഞ്ഞു പോകുന്നുള്ള പേടി വേണ്ട, കാരണം നമ്മൾ വറുത്തിട്ടാണ് അരച്ചെടുത്തത്. കറി അടുപ്പത്തൊന്ന് മാറ്റി വയ്ക്കുന്നു കേട്ടോ. കറിയിലേക്ക് വറുത്തിടാൻ വേണ്ടി ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. കൂടെ 2 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ഒരു 1 മുതൽ 1.5 ടീസ്പൂൺ,
ഉലുവ 1/2 ടീസ്പൂൺ, ഇത് രണ്ടും ചേർത്ത് കൊടുക്കാം. കടുകും ഉലുവയും പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് 3-4 വറ്റൽമുളക് പൊട്ടിച്ചതും 1-2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഒരു 5-6 സെക്കൻഡ് വഴറ്റിയ ശേഷം വറവ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മത്തനും കടലയും കറി റെഡിയാണ്. കറി ഒന്നും കൂടെ ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കടല വെള്ളമില്ലേ അതൊഴിച്ച് നമുക്കിതൊന്ന് ലൂസ് ചെയ്യാം തിളയ്ക്കുന്നതിന് മുന്നേ. ഇത് സ്പെഷ്യൽ ഒക്കേഷനിലും ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് കേട്ടോ. അപ്പോൾ പ്രോട്ടീൻ, ഫൈബർ റിച്ച് ആയിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ള, ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയൂ കേട്ടോ. കമൻറ്റിലിട്ടാൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.